श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम रावणान्तक राम। श्रीराम मम हृदि रमतां राम राम। श्रीराघवात्मा राम श्रीराम रमापदे। श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദിന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷുരവി സ്വരൂപം പ്രണോമി തുഞ്ചത്തിഴുമാര്യപാദം. താർമകൾ തൻ പുള്ള തത്തേവരികടു താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാമകലും പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാക്കിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാക്കിയ രാഘവൻ. ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പുകൂ. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും. വന്നിതീരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുകൂ. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ. ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ.
രുദ്രാണിയാക്കിയ ദേവികൂടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുത തുല്യധീരയായ ഗൗരിയാം അദ്രിസുതയുമാനന്ദ വിവശയായി ഭർതൃപാദ പ്രണമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകരാതി നളിന ശരഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളികരമ്യദദനൻ നരകാരി നാളിക ബാന്ധവ വംശുദസുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ വ്യക്തനവ്യക്തന നന്ദന നാമയൻ ശക്തിയുക്തൻ ഗണ ശരവത്സലൻ നക്തഞ്ജരീശ്വരനായദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരി കേട്ടുകൊൾക്കിന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാദ്രാവണ കുംഭകർണവധിതം ഏതധ്യാത്മ രാമായണം രാമ 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 പാഹി മാം രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം. हरिओम. अयोध्या कांड. रामायण में दूसरा कांड है अयोध्या कांड. इस कांड में 3 कार्यों को महत्वपूर्ण माना है. एक, राम का राज्याभिषेक, दूसरा राम का राज्याभिषेक में आए बाधाएं और तीसरा राम का वनवास. इसमें राजा दशरथ का सुखी परिवार, समाधान और शांति से राज्य का पालन करने के लिए राम का सभी के साथ अच्छा व्यवहार करने का वर्णन है. राजा दशरथ के राजगद्दी का उत्तराधिकारी के लिए श्री राम को करने का निश्चय किया गया और उसकी तैयारी होने लगी. वह समय बहुत ही खुशहाल का समय था. तभी उसी समय कैकेयी की दासी मंदरा का दुष्विचार कैकेयी के दिमाग को बदल दिया. उन्होंने जो करने का फैसला किया उसे नहीं करने का निश्चय किया. बहुत पहले राजा दशरथ ने कैकेयी को वरदान दिया था. उस वरदान को हथियार के रूप में कैकेयी ने इस्तेमाल करने का निश्चय किया.
मंदरा की बातों पर आकर उसने राजा दशरथ से 2 वर मांगा। पहला वर था भरत को राजगद्दी दिया जाए और दूसरा वर था राम को 14 वर्ष का वनवास। अपने जीवन से भी अधिक वाक्य को प्रदान देने वाले राजा दशरथ ने रानी कैकेयी को अपना वर वापस लेने के लिए कहा, लेकिन कैकेयी नहीं मानी। दुखी व रुआसे होते हुए राजा दशरथ ने सहमति दे दी। राम का राज्याभिषेक को ढाला गया। इससे प्रजा बहुत दुखी हुए। उत्तम पुरुष श्री राम ने अपने पिता के आज्ञा को स्वीकार करके वन की ओर जाने का निश्चय किया। राम अपने भाई लक्ष्मण और पत्नी सीता के साथ अपने पिता के आज्ञानुसार वनवास के लिए निकले। माता कौशल्या सब कुछ जानकर श्री राम को आशीर्वाद दिया। वे वन की ओर प्रस्थान किए जा रहे थे। निस्सहाय होकर दशरथ राजा उन्हें देखते ही रह गए और प्रजागण भी दुखी हुए। राजा दशरथ श्रवण कुमार द्वारा मिला श्राप के बारे में कौशल्या से जिक्र किया। राजा दशरथ अपने बेटे को याद करते करते मृत्यु के गोद में चले गए। भरत अपने माँ के घर से जब वापस आए और पूरा समाचार सुनकर बहुत दुखी हुए। अपने पिता के वियोग में और बड़े भाई श्री राम का अयोध्या में अपना साथ न होने के कारण माता कैकेयी पर बहुत गुस्सा करते हुए कहा कि मुझे राजगद्दी नहीं चाहिए। राम, सीता और लक्ष्मण को वापस लाने के लिए वो वन की ओर निकल पड़े। राम, लक्ष्मण और सीता वन में सादगी से जीने लगे। राम अपने राज्य से और दूर रहे, इसलिए वे वन की गहराई तक जाने का निश्चय किया। वे तीनों चित्रकूट नामक मनोहर सुंदर आश्रम में पहुंच गए। बहुत दुखित हुए भरत और शत्रुघ्न अपने बड़े भाई को वापस लाने के लिए चित्रकूट आश्रम की ओर चल दिए। राम को देखते ही रोते हुए भरत ने पिताजी की मृत्यु का समाचार सुनाया। यह सुनकर राम, सीता और लक्ष्मण बहुत ही दुखी हुए। उसके बाद 4 भाई मिलकर अपने पिता को बलि अर्पण किए। फिर भरत अपनी माँ के विचारों को लेकर राम से क्षमा मांगते हुए वापस अयोध्या चलकर राज्य को संभालने के लिए बहुत सिद्ध करते हैं। लेकिन राम अपने पिता की अंतिम इच्छा को पूरा करना चाहता है और भरत को अपना राज्य संभालने का आदेश दिया। भाई के प्रति प्रेम के कारण राम ही अयोध्या के राजा होके कहकर भरत ने श्री राम के पादुक की आवश्यकता की। एक साधारण जीवन जीना, राज्य की अच्छी तरह से देखभाल करने का और श्री राम ही अयोध्या का राजा होके कहकर भरत निराश होकर शत्रुघ्न के साथ राम, सीता और लक्ष्मण से विदा लेकर वापस अयोध्या लौटे। यह पूरी कथा ही अयोध्या कांड में है। धन्यवाद। हरिओम। मातानामार्तिहन्तारां भीतानां भीतिनाशनं द्विषतां कालदण्डं तं രാമചന്ദ്രം നമാമ്യഹം. ഹരി ഓം. ബാലകാണ്ഡത്തിൻ്റെ തത്വവിചാരം മനനം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അയോധ്യാകാണ്ഡത്തിലെ തത്വവിചാരം ചെയ്യാം. ബാലകാണ്ഡത്തിൽ ജീവൻ സിദ്ധാവസ്ഥ നേടിയത് നാം കണ്ടു. ഇനി മുക്തിയാകുന്ന രാജകീയ അവസ്ഥയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു സാധകന് മുക്തിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തെല്ലാം എന്നാണ് നാം കാണുന്നത്. അയോധ്യയിൽ മടങ്ങിയെത്തി പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കമായി, അതായത് ലോകവ്യവഹാരത്തിൽ നിന്ന് നിവർത്തിച്ച് ജ്ഞാനവൃത്തിയിൽ മുഴുകാൻ ഒരുങ്ങുന്നു. അതാണ് ജീവൻ്റെ രാജകീയ അവസ്ഥ. പക്ഷേ കൈകേയി ആകുന്ന ഇച്ഛാശക്തി സമ്മതിച്ചില്ല. അതായത് ജീവനിൽ പറ്റിക്കൂടി നിൽക്കുന്ന പ്രാരബ്ധം അനുവദിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ നേടിയ സിദ്ധി പ്രാരബ്ധഭുക്തിക്കായി ഉപയോഗിക്കേണ്ടി വരുന്നു. ഭരത ശത്രുഘ്നന്മാരിൽ നിന്ന് പിരിഞ്ഞ് വനത്തിലേക്ക് പോകേണ്ടി വരുന്നു. അതായത് ജീവൻ്റെ അഗാധമായ പ്രാജ്ഞ തുരീയ ഭാവങ്ങളെ വിട്ട് വിശ്വൻ തൈജസൻ ഭാവങ്ങളാകുന്ന ലോകവ്യാപാരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. കൗസല്യാകുന്ന ജ്ഞാനശക്തി അഥവാ ശാസ്ത്രജ്ഞാനം വനത്തിലേക്ക് അഥവാ ലോകവ്യാപാരത്തിലേക്ക് പോകുന്നതിൽ
താൽപ്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചെങ്കിലും കൈകേയി എന്ന പ്രാരബ്ധബദ്ധമായ ഇച്ഛാശക്തി ദശരഥനെ ബന്ധിച്ച വരങ്ങളിൽ കൂടി, അതായത് ജീവനെ ബന്ധിച്ച പ്രാരബ്ധത്തിൽ കൂടി ഭോഗഭുക്തിയിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ ജ്ഞാനമാകുന്ന ഗംഗ കടന്ന് പ്രപഞ്ചധർമ്മമാകുന്ന സംസാരവനത്തിലെത്തി. എങ്കിലും സിദ്ധി നഷ്ടമാവാതിരിക്കാൻ സജ്ജന സംസർഗം പുലർത്തണം. അതാണിവിടെ രാമലക്ഷ്മണന്മാർ ഭരദ്വാജ വാത്മീകി ഋഷിമാരെ കാണുന്നതിൻ്റെ താൽപ്പര്യം. അനന്തരം ചിത്രകൂടത്തിൽ ഋഷികളുടെ സമീപത്തിൽ തന്നെ താമസമുറപ്പിച്ചു. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്സംഗം ചെയ്തുകൊണ്ട് സിദ്ധിയാകുന്ന സീതയെ നഷ്ടപ്പെടാതെ പ്രപഞ്ചകാര്യങ്ങളിൽ പ്രാരബ്ധത്തിനനുസരിച്ച് പ്രവർത്തിച്ചു വന്നു എന്ന്. ദശരഥൻ മരണപ്പെട്ടു. ഭരതൻ വനത്തിലേക്ക് വന്നു. രാമനെ അയോധ്യയിലേക്ക് തന്നെ വരാൻ വളരെ നിർബന്ധിച്ചു നോക്കി. പക്ഷേ തിരികെ പോയില്ല. പ്രപഞ്ചധർമ്മം കൊണ്ട് ശരീരം ദുർബലമായി ദുഷിക്കാൻ തുടങ്ങി. മനസ്സിൽ കൽമശങ്ങൾ കയറാൻ തുടങ്ങി. അതായത് ദേഹബോധവും ഭോഗവാസനകളും അലട്ടാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ സുഹൃതബലത്താൽ ആ ധർമ്മത്തിൻ്റെ അത്യുച്ഛാവസ്ഥയായ ദണ്ഡകാരണ്യത്തിലേക്ക്, അതായത് മുക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ സർവീശ്വരനിൽ നിന്നു തന്നെ പ്രചോദനം കിട്ടി. ജീവനിൽ സുഹൃതബലമുണ്ടെങ്കിൽ ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ തെളിയും. അങ്ങനെ ദണ്ഡകവനമാകുന്ന മുക്തിമാർഗത്തിലേക്കുള്ള യാത്ര നമുക്ക് ആരണ്യകാണ്ഡത്തിൽ തുടരാം. ഓം തത്സത്.